ചേട്ടാ, അകത്തുണ്ടോ? മുതലാളി അകത്തുണ്ട്. മുതലാളിയല്ല, നായ അകത്തുണ്ടോന്ന്. ഉണ്ടല്ലോ. കക്ഷി എന്ത് ചെയ്യുന്നു? ഉറക്കവാ. നല്ല ഉറക്കമാണോ? ഊർക്കം വലിച്ചുറക്കവാ. അയ്യോ, ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം കൊണ്ടായിരിക്കും. നിക്ക് നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി അകത്തുണ്ട്, ചെന്നാട്ടെ. നില്ല്. വെളുപ്പൻ രാവിലെ എന്റെ നിരക്ക് നീട്ടിയ നാണയമില്ലയോ? അതെന്റെ തന്നെ ഇരുന്നോട്ടെ. ഇനി എന്നേ വാലടച്ചേരെ. നമസ്കാരം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നേ? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളേച്ചേട്ടന്റെ വകയല്ല അനിയൻ. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരായിപ്പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആ, ശമ്പളമൊക്കെ പിള്ളേച്ചേട്ടൻ തീരുമാനിച്ചോളൂ. താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ. ആ, പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ആ, എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. ആ, പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെ കുറിച്ച് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളേച്ചേട്ടാ, കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി അകത്തേക്കല്ല. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളില. എന്താ താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. വാ. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. 2 നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അഡൽസ് ഉള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? പട്ടാണോ? വട്ടല്ല, വൈകല്യം. ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേൾവിയും പോയി. തലക്കടിയേറ്റ് ഞരമ്പേത് മുറിഞ്ഞാണത്രേ. എത്ര കാശാ വാരിക്കോരി ചെലവാക്കിയതെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്ന് അവറ്റകളോ കണ്ണു തെറ്റിയാൽ വെളിയിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ 2 കാര്യങ്ങളും ഞാൻ ഏറ്റു. നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം. ഉണ്ണി, ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിങ്ങളുടെ സഹായത്തിന്. ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് തലറിയിട്ടാണോ ഇയാള് സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലൻകുഞ്ഞ്. ശരി. ഒട്ടും കേട്ടൂടെ? പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനക്കം കണ്ടാൽ ബാലൻകുഞ്ഞിന് ഒട്ടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ? ഒട്ടും കേട്ടൂടാ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും. എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. ഓട്ടോറിക്ഷ എങ്ങോട്ടാ സാറേ? ഗാന്ധി പാർക്ക്. ക്ലാസ് പൊട്ടിയിരിക്കുമല്ലോ സാറേ. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. റോഡിൽ എന്തൊരാൾക്കൂട്ടല്ലേ. നഗരത്തിന്റെ ഒരു വളർച്ചയെ ഇരുവശത്തും അമ്പലചുംബികളായ എന്തുമാത്രം കെട്ടിടങ്ങളാണ് അല്ലേ? അതെ സാർ. എന്താണോ കണ്ടോണ്ടൂടെ?
രാവിലെ വരും ഓരോന്ന് വണ്ടിയുടെ പുറകെയാണ്. ഗാന്ധി പാർക്ക് എത്തിയല്ലേ? അത് കണ്ടാലറിയില്ലേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ, ചാർജ് എന്തായി? 40 രൂപ. മീറ്ററിൽ അത്രയും ഇല്ലല്ലോ. അതിന് മീറ്ററേ ഇല്ലല്ലോ. അതെ, പക്ഷെ ഇനി മീറ്റർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓ, 10, 20. ഇതും 20-ന്റെ നോട്ടാണേ. ആ, 40 രൂപ. നന്നായി വരട്ടെ. ഓ. ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്ക്. ഹലോ. സാധനം കയറിക്കോ. ഇന്നൊരു വഴിത്തിരിവിൽ ആ. നിൽക്കുകയാണ്. എത്രയായി? 5 രൂപ. തന്നെ വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പോട്ടെ. സുന്ദരമായ പോരെ, കാഴ്ചയാണ് 5 രൂപയൊക്കെ മതി. അതിന് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പറയാൻ എനിക്ക് ആളുണ്ടേ. ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ചീത്ത പറഞ്ഞാൽ അടിച്ചിന്റെ ചൗക്കുറ്റി ഞാൻ പൊട്ടിക്കും. ആര് ചീത്ത വിളിച്ചു? ഇങ്ങനെ ചെവി ആ അത് തന്നെ, ചൗക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കും. അമ്മോ. ആ, പറ്റിക്കാൻ നോക്കല്ലേ. ആ. നിരവധി വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പ്രസ്ഥാനം. അതിലൂടെ മാത്രമേ ഏത് പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രത്യേകമായ കഴിവ് മാത്രമല്ല ഇവിടെ പരിഗണിക്കേണ്ടത്. പണ്ടും വ്യക്തികൾ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. അന്നൊന്നും പ്രസ്ഥാനം തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്ന But I don't know. I wish they'd held it in a bigger auditorium. It's No, so it was okay. crowded. I like it. കൂട്ടായ പരിശ്രമങ്ങൾ Yeah. നമ്മൾ തോൽപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതില് Sir, what are you ഹലോ, doing? ആരാ? Sir, this is a private conversation. ഞാൻ ഇരിക്കുന്ന സ്ഥലം Go away. This is our place. Please. Come on, leave. I'm tired of being bothered. Thank you, Go thank you. over to that corner. This is our little bench here. Please, that way. അത് ഞാൻ അവളോട് അന്നേ ചോദിച്ചതാ. ഇതോടെ ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. വേറെ സ്ഥലം അയ്യോ ചേട്ടൻ. ബാലനോ? നീ എന്ത് ചതിയാ ബാല ചെയ്തത്? ഞാൻ എത്ര നേരം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു. ചേട്ടൻ പിൻവാതിലിൽ കൂടി കൂളായിട്ടങ്ങ് നടന്നുപോയി. ഞാൻ മുൻവശത്ത് വെച്ച് പിള്ളച്ചേട്ടനുമായിട്ട് 1/2 മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാ രക്ഷപ്പെട്ടത്. പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോ ചേട്ടൻ എവിടെ ഇല്ല. അയ്യോ, ഇതെങ്ങനെ നനഞ്ഞു? ഗാന്ധി പാർക്കാണെന്ന് കരുതി ഞാൻ നേരെ കടലിലേക്ക് ഇറങ്ങി. കടയിലിറങ്ങിയാൽ എങ്ങനെ നനയും? കടയിലല്ല, കടലിൽ. ആ, ഒരു ഓട്ടോറിക്ഷക്കാരൻ പറ്റിച്ചതാ. അയ്യോ, ഗ്ലാസും പൊട്ടിയല്ലോ. ഇന്ന് പൊതുവേ ഒരു നല്ല ദിവസമല്ല. 3 സ്ഥലത്ത് നിന്ന് അടികിട്ടി. അത്രയല്ലേ കിട്ടിയുള്ളൂ. ഭാഗ്യമെന്ന് കരുതിയാ മതി. ആ, കണ്ണ് കാണാഞ്ഞാ കണ്ണ് കാണാത്തവനെ പോലെ നടക്കാൻ പഠിക്കണം. ഇനിയെങ്കിലും എന്റെ കൺവട്ടത്തുനിന്ന് വിട്ടു പോകരുത്. ആ. അയ്യോ, ഇനിയിപ്പോ ഇവിടെ ഇരിക്കാൻ സമയമില്ല. പിന്നെ എവിടെ ഇരിക്കും? സിനിമ തുടങ്ങി കാണും. വാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉച്ചയ്ക്ക് 2 മണി. അതിനിടയിൽ പാട്ട് കേൾക്കുകയോ ഐസ്ക്രീം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. പാർക്ക് വിട്ട് പുറത്തു പോകാൻ പാടില്ല. 2 മണിക്ക് ഇതേ സ്ഥലത്ത് ഇതേ കാറ് വന്ന് നിന്ന് ഹോൺ അടിക്കുമ്പോ 2 പേര് ഇതേ ഷേപ്പിൽ ഇതേ സ്ഥലത്ത് ഹാജരായിരിക്കണം. അച്ഛൻ ധൈര്യമായിട്ട് പോകും. ചേട്ടനെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാലനെ ഞാൻ ഇറങ്ങാൻ സമ്മതിക്കില്ല അച്ഛാ. പരസ്പരം നിയന്ത്രിക്കണമെന്നില്ല. 2 പേർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നാ മതി. ശരി. കുറെ നേരം ആയല്ലോ. താൻ എന്നെ എങ്ങോട്ടായിക്കൊണ്ട് പോകുന്നത്? കുതിരല്ലേ, പിടി വിട്ടാ പിന്നെ ചേട്ടനെ കിട്ടൂല. കൂടെ നിന്നാ മതി. അയ്യോ, ചേട്ടൻ എങ്ങനെ താനായി? ചേട്ടന്? ഞാൻ തന്റെ ചേട്ടന്? തനിക്കെന്താ കണ്ണ് കാണാൻ മേലെ? അതെ, കണ്ണ് കണ്ടുകൂടാത്ത ചേട്ടൻ എന്തിയേ? ഒന്ന് പോടോ അവിടുന്ന്. താൻ കുറെ നേരം ആയല്ലോ ബലാത്കാരമായിട്ട് കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ ചേട്ടനെ ഉണ്ടാക്കി കൊടുക്കണം പോലും. ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് ഒരു രസവുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചേരം ഇരിക്കാം. ചേട്ടന്റെ ഇഷ്ടം.
നീ എന്താ ശബ്ദം മാറ്റി സംസാരിക്കുന്നത്? ജലദോഷമാ ചേട്ടാ, ചിലപ്പോ തണുപ്പ് കൊണ്ടിട്ടാവും. കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഏതായാലും നീ വാ, ഉച്ചവരെ സമയമുണ്ടല്ലോ. ജലദോഷമൊക്കെ നമുക്ക് മാറ്റാം. വഷള കിട്ടിയതൊക്കെ ഇതാണ് പരിപാടിയല്ലേ? ബാല, നീ ഏതാടി പട്ടാപ്പകൽ ആണുങ്ങളെ വല വീശാൻ നടക്കുന്നു? ഓ, ബാല, അപ്പൊ അത് നീയല്ലായിരുന്നു? എന്നെ വെറും പൊട്ടനാക്കല്ലേ. ഇങ്ങോട്ട് പോ. ബാല, ഞാൻ സത്യമായിട്ടും കൈമാറിപ്പോയത് ഞാൻ അറിഞ്ഞില്ല ബാല. ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, കുടുംബത്തിന്റെ മാനം ചേട്ടൻ കളഞ്ഞു കുളിക്കരുത്. ഈശ്വര, ഞാനിത് എന്ത് പറഞ്ഞു ഇവനെ മനസ്സിലാക്കും? ഇനി ഒന്നും പറയണ്ട. പെണ്ണിന്റെ മണമുള്ള ഒരു സ്ഥലത്തും ചേട്ടനെ നിർത്താൻ കൊള്ളത്തില്ല. ഇന്ന് അച്ഛന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ബാല. ബാല, ബാല, ആ, കൈക്ക് പിടിക്കണ്ട, ആവശ്യത്തിന് ഇഡ്ഡലി ഉണ്ട്. ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. അച്ഛൻ എവിടെയെന്നാ ചോദിച്ചത്? അച്ഛനും തികയും. എടാ കഴുതേ, എന്താ? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയിട്ടില്ല. ഇന്നലത്തെ സംഗതി വല്ലതും പിള്ളച്ചേട്ടൻ പറഞ്ഞു കാണുമോ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അയാൾക്ക് കാണത്തില്ല. ഇന്നലെ കടലിൽ ചാടിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, ഇന്ന് നമുക്ക് ഒരു വള്ളത്തിൽ കയറണം. വെള്ളം അടിക്കാനോ? ശരി, അടിക്കാം. വെള്ളമല്ല, വള്ളം. ഓ, വള്ളം. ആ, അതിൽ കയറി നമുക്കൊന്ന് കടലിൽ പോണം. എന്തിനാ? ചാടി ചാവാനാണോ? ചാവാം, പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടും. ഇന്നലത്തെ പോലെ അച്ഛൻ പോയ ഉടനെ നമുക്ക് ഇവിടുന്ന് കടക്കാം, നേരെ കടപ്പുറത്തേക്ക്. എന്നിട്ട് വള്ളത്തിലോ ബോട്ടിലോ കയറി കുറേ നേരത്തേക്ക് ഒരു കടൽ യാത്ര. എങ്ങനെ? പിള്ളച്ചേട്ടന്റെ കണ്ണ് വെട്ടിക്കാനുള്ള ഒരു പദ്ധതി നീ ആലോചിച്ചാ മതി. അച്ഛൻ എന്താ നിൽക്കുന്നത്? ഇഡ്ഡലി കഴിക്കൂ. അച്ഛാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കടലിൽ കൂടെ എവിടം വരെ പോവും? കുറച്ച് ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങ് മിഡിൽ ഈസ്റ്റിലെത്താം, ഗൾഫിൽ. അവിടെ വരെ പോകുന്നോ? അച്ഛാ, അത് എപ്പോഴെങ്കിലും അച്ഛന്റെ കൂടെ ഒരു കടൽ യാത്ര, അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? അല്ല, ഇന്നലെ രണ്ടാളും പുറത്തു പോയെന്ന് പറഞ്ഞല്ലോ, അത് ഏത് അച്ഛന്റെ കൂടെയാ? ഞാനല്ല, ചേട്ടനാ പോയത്. എടാ ബാല, ചതിയാ.